തലവര. കഥ കേൾക്കാം. പ്രിയ എഴുത്തുകാരി, ഈ വർഷത്തെ ഏറ്റവും നല്ല കഥ താങ്കൾ എഴുതിയ നിലത്തെഴുത്ത് എന്ന കഥയ്ക്ക് ലഭിച്ചിരിക്കുന്നു. നാരായണി കത്ത് വായിച്ചു. കണ്ണുനീർ ഇരു കവിൾത്തടങ്ങൾ നനച്ച് താഴോട്ട്. അമ്മമ്മ, നെച്ചു സന്തോഷം കൊണ്ട് തുള്ളിച്ചാടുമ്പോഴാണോ ഇവിടെ ഇരുന്ന് കരയുന്നേ? നെച്ചുവിൻ്റെ അമ്മാമ്മയ്ക്ക് അവാർഡ്. എനിക്ക് ഒരുപാട് സന്തോഷം. നെച്ചു, ഉറക്കെ ശബ്ദം വേണ്ട. അമ്മമ്മ കുറച്ചു നേരം അങ്ങനെ ഇരിക്കട്ടെ. നിനക്ക് കോളേജില്ലേ? ഇറങ്ങാൻ നോക്കൂ. ശരി അമ്മ. നെച്ചു പുറത്തിറങ്ങി. വീടിന് പുറത്ത് ആണി അടിച്ചുറപ്പിച്ച നെയിം ബോർഡ് അഭിമാനത്തോടെ നോക്കി. നാരായണി നാഗപ്പൻ, എഴുത്തുകാരി. തെക്ക് നിന്നും തണുത്ത കാറ്റ് പൂത്തുനിന്ന അരളി ലക്ഷ്യമാക്കി പോയി. നാരായണി നടന്നുകയറിയ 70കളെക്കുറിച്ച് ആലോചിച്ചു. നരച്ച മുടിയിഴകൾ, നെറ്റിയിൽ പൊടിഞ്ഞ വേർപ്പിൽ. പുല്ലുവെട്ടാൻ വരുന്ന നാഗപ്പന്റെ മോളല്ലേ നീ? ഇപ്പൊ എന്താ ചെയ്യണേ? നീയും പുല്ലുവെട്ടാൻ പോവാണോ? വീട്ടിൽ കുറച്ച് പണിയുണ്ടായിരുന്നു. നിന്റെ തലവര ഇതൊക്കെ തന്നെ. അല്ല, എൻ്റെ മോള് പഠിക്കാൻ പോണു. അവളെ കോളേജിൽ വിടണം. അപ്പനാണ് മറുപടി പറഞ്ഞത്. നാഗപ്പന്റെ മോളെ കോളേജിൽ വിടുമെന്ന് ഞാൻ വിചാരിച്ചു. അവളെ ഇവിടെ പണിക്ക് നിർത്താന്ന്. ഇവറ്റോളൊക്കെ പഠിച്ചിട്ട് എന്ത് ചെയ്യാനാ? അവരുടെ അടക്കം പറച്ചിൽ നാരായണി കേട്ടു. ഞാൻ പഠിക്കും അപ്പാ. നാരായണിയുടെ മനസ്സ് അടുത്തു നിന്ന കരിമ്പന കേട്ടു. പറമ്പിലേക്ക് പാഞ്ഞു കയറിയ രാക്ഷസൻ കാറ്റ് ഒറ്റയ്ക്ക് നിന്ന കറമ്പി പശുവിനെ പേടിപ്പിച്ചു. വെട്ടിയെടുത്ത പുല്ല് കെട്ടുകളാക്കി നാഗപ്പൻ തലയിൽ വെച്ചു നടന്നു. കൂടെ നാരായണിയും. അമ്മ എന്താ ആലോചിക്കുന്നേ? വീണ്ടും അപ്പാപ്പനെ കുറിച്ച് ആലോചിച്ചിട്ടുണ്ടാവും. നമ്മൾ കാണാത്ത ലോകത്തിരുന്ന് അപ്പാപ്പൻ എല്ലാം കണ്ട് സന്തോഷിക്കുന്നുണ്ടാവും അമ്മ. ലക്ഷ്മി ഉച്ചയ്ക്ക് കഴിക്കേണ്ട മരുന്നും കൊണ്ടുവന്നു. പലതരം മരുന്നുകൾ. മരുന്നുകൾ മായാജാലം ഒന്നും ചെയ്യില്ല, എങ്കിലും മുടങ്ങാതെ കഴിക്കുന്നു. നെച്ചു നെച്ചു വന്നിട്ട് ഒന്ന് പുറത്തിറങ്ങണം. ലക്ഷ്മി, നീ മുരളിയെ വിളിക്കൂ. നീ ഇന്ന് ലീവ് എടുത്തത് നന്നായി. എല്ലാവർക്കും കൂടി ആ പഴയ വീട്ടിൽ പോണം. ഇലഞ്ഞിത്തറ എന്നെ വിളിക്കുന്നുണ്ട്. കൽവിളക്ക് കത്തിക്കണം. അത് വേണോ അമ്മേ? വേണം. അടഞ്ഞുകിടന്ന ജനൽ ലക്ഷ്മി തുറന്നു. ഇരുൾ വീണ വരാന്തയിൽ മഞ്ഞവെയിൽ രശ്മികൾ പതിഞ്ഞു. ഞാനൊന്ന് നടക്കട്ടെ ലക്ഷ്മി. അഴിയിട്ട ജനലുകൾ നാരായണി ഓരോന്നും പിടിച്ചു പിടിച്ച് പതുക്കെ നടന്നു. നാരായണി, നിന്നോട് എത്ര പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് കഥ എഴുത്ത് ഈ വീട്ടിൽ നടക്കില്ല. നിന്റെ കടലാസും പേനയും ഇനി ഈ വീട്ടിൽ കയറ്റരുത്. നിന്റെ മോൻ പട്ടാളത്തിലായതുകൊണ്ട് നിന്റെ തോന്നിയാസം സമ്മതിച്ചു തരാൻ പറ്റില്ല. രാഘവനോട് എല്ലാം വിശദമായി എഴുതും ഞാൻ. ഞാൻ പറഞ്ഞതാ ഈ പഠിപ്പുള്ള പെണ്ണ് നമുക്ക് വേണ്ടാന്ന്. നിന്റെ മോൻ കേട്ടോ? നിന്റെ പുസ്തകം വായന. ആ കടലാസ് ഇങ്ങോട്ട്. നീ വീട്ടിൽ നിന്ന് എവിടെയും പോകുന്നില്ല. നിന്റെ തലവര ഇവിടെ ജീവിക്കാനാണ് ഞാൻ പറയണ പോലെ. അവർ നാരായണിയെ തള്ളിയിട്ടു. പാതി എഴുതിയ കടലാസ് കീറി മുറിച്ചു പുറത്തേക്ക് എറിഞ്ഞു. നാരായണി പകുതി എഴുതിയ കഥയിലെ അക്ഷരങ്ങൾ ഓരോന്നായി മുറിഞ്ഞു. കീറിയെറിഞ്ഞ കടലാസു കഷ്ണങ്ങൾ കാറ്റിൽ പറന്നു. എൻ്റെ മോൾക്ക് ഇവിടെ നിൽക്കാം. ലക്ഷ്മിക്കുട്ടി ഇവിടെ വളരട്ടെ. ഞാനും ജാനുവും നോക്കാം. മോള് ഇവിടെ വന്ന് ജോലിക്ക് പോയിക്കോ. നാഗപ്പൻ വീടിനു മുൻപിലെ ഒറ്റ കരിമ്പന പിടിച്ചു ഒറ്റ നിൽപ്പായിരുന്നു. അച്ഛൻ്റെ വാക്കുകൾ. പ്രിയ രാഘവേട്ടന്, എൻ്റെ വാക്കുകൾക്ക് ഫലം പോയിരിക്കുന്നു. എൻ്റെ പേശികൾ വലിഞ്ഞു മുറുകുന്നു. നാഡികൾക്ക് സംവേദന പ്രവേഗം കുറഞ്ഞു വരുന്നു. എഴുത്ത് എൻ്റെ പ്രാണനാണ്. എഴുതാതെ എനിക്ക് ജീവിക്കാൻ സാധിക്കില്ല. ലക്ഷ്മിയും ഞാനും അപ്പൻ്റെ അടുത്തേക്ക് പോന്നു. നാരായണി വീണ്ടും എഴുതി. കഥകൾ, കവിതകൾ, അങ്ങനെ
ആരും അന്വേഷിച്ചു വന്നില്ല. അമ്മമ്മ, നെച്ചു വന്നു, നമുക്ക് പോകാം. എന്നും സമരം. കോളേജ് നേരത്തെ വിട്ടു. ഇലഞ്ഞിമരം അവർക്കായി കാത്തുനിന്നു. കൽവിളക്കിലെ തിരികൾക്ക് പറയുവാൻ ഇനിയും ധാരാളം കഥകളുണ്ടായിരുന്നു. കേൾക്കാൻ നാരായണിയുടെ കാതുകൾ കാത്തുനിന്നു. ലോകം വായിച്ച കഥകൾ കാറ്റിന്റെ വേഗതയിൽ കാതുകളിൽ. അലമാരയിൽ നാരായണിയുടെ ചിത്രം ആലേഖനം ചെയ്ത ശില്പം. ചുവടെ എഴുത്ത്: ശ്രേഷ്ഠ സംഭാവനാ പുരസ്കാരം നാരായണി നാഗപ്പൻ. തിരസ്കരിക്കപ്പെട്ട ജന്മങ്ങൾ. ഇനിയും എഴുതാൻ ആഗ്രഹിച്ച കഥകൾ നമുക്ക് ചുറ്റുമുണ്ട്. പലതും പലതും നമ്മളോട് സംവദിക്കാൻ ആഗ്രഹിക്കുന്നു. ഈ കഥ തിരസ്കരിക്കപ്പെട്ട ജന്മങ്ങൾക്കായി സമർപ്പിക്കുന്നു. കഥ കേട്ടവർക്കെല്ലാം നന്ദി. ഈ കഥ ഒരു കഥാമത്സരത്തിന് അയച്ചതാണ്. ഈ കഥയും തിരസ്കരിക്കപ്പെട്ടതാണെന്ന് ഓർമ്മിപ്പിച്ചു കൊള്ളട്ടെ. നന്ദി.